മാസപ്പിടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും മകൾ വീണ വിജയനെയും കൂടുതൽ വെട്ടിലാക്കി കോൺഗ്രസ് എംഎൽഎ മാത്യു കുഴൽനാടൻ രംഗത്തെത്തിയിരിക്കുന്നു. CMRL കരിമണൽ ഖനന അനുമതി ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടു. സർക്കാർ നയം മാറ്റുന്ന വേളയിൽ വീണയുടെ അക്കൗണ്ടിലേക്ക് പണമെത്തിയെന്നും മാത്യു കുഴൽനാടൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. നിയമസഭയിൽ മുഖ്യമന്ത്രി പറയേണ്ട ബാധ്യത ഒഴിവാക്കാനാണ് സ്പീക്കർ നിയമസഭയിൽ തനിക്ക് സംസാരിക്കാനുള്ള അനുമതി തടഞ്ഞതെന്നും മാത്യു കുഴൽനാടൻ പറയുന്നു. മാസപ്പടി ഇടപാടിൽ നടന്നത് അഴിമതിയാണെന്നും മാസപ്പടി കേസിലെ യഥാർത്ഥ പ്രതി മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും മാത്യു കുഴൽനാടൻ MLA ആരോപിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ട ബാധ്യത ഒഴിവാക്കാനാണ് സ്പീക്കർ നിയമസഭയിൽ സംസാരിക്കുന്നത് തടഞ്ഞത്. സ്പീക്കർ ചെയ്തത് അംഗത്തിന്റെ അവകാശ ലംഘനമാണെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. 1000 കോടിക്ക് മുകളിൽ മൂല്യമുള്ള കരിമണൽ പാട്ടത്തിന് CMRL സർക്കാർ അനുമതി നൽകി. 2004 പാട്ടത്തിന് നൽകിയത്. പിന്നീട് അനുമതി സ്റ്റേ ചെയ്തു. VS കാലത്ത് കരിമണൽ പാട്ടം പൊതുമേഖലയിൽ മാത്രമാക്കി. CMRL അനുകൂലമായി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും വിധി ഉണ്ടായി. എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാർ സുപ്രീം കോടതിയിൽ പോയി. തുടർന്ന് CMRL പാട്ടം അനുവദിച്ച മേഖലകൾ വിജ്ഞാപനം ചെയ്താൽ സർക്കാരിന് ഏറ്റെടുക്കാമെന്ന് സുപ്രീം കോടതി ഉത്തരവിടുകയായിരുന്നു. 2016 ഏപ്രിൽ 8 പിണറായി സർക്കാർ അധികാരത്തിൽ വരികയും 2016 ഡിസംബർ 20 മുതൽ വീണയുടെ അക്കൗണ്ടിലേക്ക് CMRL നിന്നും പണം എത്തി തുടങ്ങിയെന്നും മാത്യു കുഴൽനാടൻ പറയുന്നു. 2004 മുതൽ LDF UDF സർക്കാരുകൾ എടുത്ത സമീപനം കരിമണൽ ഖനനം പൊതുമേഖലയിൽ മാത്രം മതി എന്നതാണ്. 2018 വ്യവസായ നയത്തിൽ മാറ്റം വരുത്തുകയായിരുന്നു. CMRL പാട്ടത്തിന് അനുവദിച്ച പ്രദേശം ഏറ്റെടുക്കാൻ സർക്കാരിന് സുപ്രീം കോടതി അധികാരം നൽകിയിട്ടും ചെയ്തില്ല. CMRL പാട്ടത്തിന് അനുമതി നൽകാൻ പിണറായി സർക്കാർ വ്യവസായ നയത്തിൽ മാറ്റം വരുത്തുകയായിരുന്നു. നയം മാറുമ്പോൾ എല്ലാം വീണയുടെ അക്കൗണ്ടിലേക്ക് 3 മുതൽ 5 ലക്ഷം രൂപ വരെ വന്നുകൊണ്ടിരുന്നു. ഇതിനിടെ കേന്ദ്ര സർക്കാർ തീരുമാനം വന്നു. 2019 ആറ്റമിക് ധാതു ഖനനം സർക്കാർ സ്ഥാപനങ്ങൾക്ക് മാത്രമാക്കി. മറ്റ് എല്ലാ അനുമതികളും റദ്ദാക്കാനും കേന്ദ്ര നയം ആവശ്യപ്പെട്ടു. 12/4/2019 CMRL പാട്ട അനുമതി റദ്ദാക്കുകയായിരുന്നു. അന്ന് CMRL മുഖ്യമന്ത്രി കത്ത് നൽകി. മുഖ്യമന്ത്രി വ്യവസായ സെക്രട്ടറിയോട് നോട്ട് തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടുവെന്നും മാത്യു കുഴൽനാടൻ പറയുന്നു. CMRL കരിമണൽ ഖനന അനുമതി ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടു. CMRL നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇടപെടൽ നടത്തിയത്. മുഖ്യമന്ത്രി ഫയൽ പരിശോധിക്കുകയാണെന്ന് വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി 2019 എഴുതിയെന്നും മുഖ്യമന്ത്രി അധ്യക്ഷനായി യോഗം ചേർന്നുവെന്നും മാത്യു കുഴൽനാടൻ പറയുന്നു. മുഖ്യമന്ത്രി ഇടപെട്ട സാഹചര്യത്തിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് പോയെന്നും മാത്യു കുഴൽനാടൻ കൂട്ടിച്ചേർത്തു.